കേരള രാഷ്ട്രീയത്തിലെ അധികായനായ ഒരു രാഷ്ട്രീയ നേതാവുമായിട്ടുള്ള ആത്മമാണ് ഇവിടെ നടക്കുന്നത്. ഈ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു നിയോജകമണ്ഡലത്തിൻ്റെ തുടക്കം മുതൽ ഇപ്പോൾ ഈ നിമിഷം വരെ അദ്ദേഹം ഈ നിയോജകമണ്ഡലത്തിൻ്റെ MLA ആണ്. 11 നിയമസഭാ മത്സരങ്ങളിൽ ഒരു പ്രാവശ്യം പോലും തോൽവി അറിയാതെ 11ലും വിജയക്കൊടി പാറിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. 8 കേരള ബഡ്ജറ്റുകൾ കേരള നിയമസഭയിൽ അവതരിപ്പിച്ച നേതാവാണ് അദ്ദേഹം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തി ആരാണെന്ന് മനസ്സിലായി കാണും. ശ്രീ KM മാണി, കേരള കോൺഗ്രസ് എന്ന നേതാവ് ശ്രീ KM മാണി, പാലക്കാരുടെ മാണി സാർ. മാണി സാറിന് ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം. ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്താം. ഞാൻ ബെന്നി കടുക്കുന്നൽ, പാലായ്ക്കടുത്ത് മുത്തോലിയിലാണ് എൻ്റെ വീട്. ഇപ്പോൾ ഞാൻ കുടുംബസമേതം ഇംഗ്ലണ്ടിൽ നോട്ടിങ്ങാം എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഞാൻ നോട്ടിങ്ങാം മലയാളി കൾച്ചറൽ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. എൻ്റെ ആദ്യ ചോദ്യം ഇതാണ്: മാണി സാർ ഈ രാഷ്ട്രീയ ജീവിതത്തിലേക്കുള്ള കാൽവയ്പ് എപ്രകാരമായിരുന്നു? വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടെയാണോ അതെയോ വിദ്യാഭ്യാസത്തിന് ശേഷമായിരുന്നു ഈ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് മനസ്സിലാക്കുന്നത്? ഞാൻ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ തന്നെ എനിക്ക് ഈ രാഷ്ട്രീയ കാര്യത്തെ പറ്റി വലിയൊരു താല്പര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തനം, വിദ്യാർത്ഥി സംഘടനാ രംഗത്താണ് ഞാൻ ആദ്യമായിട്ട് രംഗത്ത് വരുന്നത്. എനിക്ക് പ്രസംഗത്തിന് നല്ല ചാതുര്യമായിരുന്നു. അന്ന് ഞാൻ തൃശ്ശാപ്പള്ളി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ പ്രസംഗ മത്സരത്തിൽ അന്ന് എനിക്ക് സെക്കൻഡ് കിട്ടി. തേവരെ പഠിച്ചുകൊണ്ടിരുന്നു. അന്ന് തേവരയൊക്കെ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ്. മദ്രാസ് യൂണിവേഴ്സിറ്റി ഓററ്റോറിക്കൽ കോൺടെസ്റ്റിൽ ഫസ്റ്റ് ഒന്നാമനായി വിജയിച്ചു. അപ്പോൾ ഈ പ്രസംഗത്തിന് നല്ല ചാതുര്യം ഉണ്ടായിരുന്നു. അവിടെ ആ നിലയ്ക്ക് ഞാൻ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വളരെ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ തേവരയായിരുന്നപ്പോൾ ഞാൻ ചെയർമാൻഷിപ്പ്, അങ്ങനെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് ഞാൻ കടന്നു വന്നത്. അത് കഴിഞ്ഞ് ഞാൻ മദ്രാസ് ലോ കോളേജ് BL ന് പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ മലയാള സമാജത്തിലൊക്കെ വളരെ ഇൻവോൾവ് ആയിരുന്നു, അടുത്ത് പ്രവർത്തിച്ചിരുന്നു. ഇത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞാൻ കോഴിക്കോട്ട് പോകും. BL പാസ്സായി കഴിഞ്ഞ് കോഴിക്കോട്ട് അന്തരിച്ച ഹൈക്കോടതി ജഡ്ജി P. ഗോവിന്ദമേനോൻ, ആ P. ഗോവിന്ദമേനോൻ അവിടെ പ്രാക്ടീസ് ചെയ്തിരുന്നയാണ്. കോഴിക്കോട് ബാറിലെ പ്രമുഖനായ അഡ്വക്കേറ്റ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയായിട്ട് അദ്ദേഹത്തിന് സെലക്ഷൻ കിട്ടിയത്. അപ്പോൾ അദ്ദേഹം അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ആണ് 1955-56 ഞാൻ മദ്രാസ് ലോ കോളേജിൽ നിന്ന് BL പാസ്സായി നേരെ കോഴിക്കോട്ട് ചെന്ന് അദ്ദേഹത്തിന്റെ ചേംബറിലാണ് ഞാൻ ജൂനിയറായിട്ട് പ്രാക്ടീസ് ആരംഭിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അവിടുത്തെ മുനിസിപ്പൽ ചെയർമാനായിരുന്നു. ഈ അഭിഭാഷക വൃത്തിയും അതോടൊപ്പം രാഷ്ട്രീയം കൂടെ കൊണ്ടുവരുന്നതാണ് P. ഗോവിന്ദമേനോൻ. അപ്പോൾ അദ്ദേഹം അവിടുത്തെ മുനിസിപ്പൽ ചെയർമാനായിരുന്നു. അപ്പോൾ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വരികയാണ് വീണ്ടും. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ ഞാൻ കോഴിക്കോട് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ വലിയൊരു പ്രചരണ രംഗത്ത് എല്ലാ യോഗങ്ങളിലും ഞാൻ പോയി പ്രസംഗിക്കും. നമ്മുടെ തിരുവിതാംകൂർ ഭാഷയൊക്കെ ഇവർക്ക് വളരെ താല്പര്യമായിരുന്നു. തനിമല എൻ്റെ തീപ്പിരി പ്രസംഗമായിരുന്നു അന്നൊക്കെ. അപ്പോൾ ധാരാളം ആളുകൾ കേൾക്കാൻ വന്നിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ ആ മുനിസിപ്പാലിറ്റി മുഴുവനും കൂടി നടക്കുന്ന ആ വാർഡുകളിലെല്ലാം അപ്പോൾ ഞാൻ ഒരു ചെറിയ ഒരു യുവ പ്രാസംഗികൻ എന്നുള്ള നിലയിൽ എനിക്ക് വലിയ ഡിമാൻഡായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ വാർഡുകളിലും പോയി പ്രസംഗിച്ചു. ഗോവിന്ദമേനോന് വേണ്ടി അന്ന് കോൺഗ്രസ് കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ അങ്ങനെ ആ രാഷ്ട്രീയത്തിൽ മുഴുകി തിരികെ 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പാലായിക്ക് പ്രാക്ടീസ് ഇങ്ങോട്ട് മാറ്റി. ഇവിടെ വന്നു 1986 ഞാൻ ഇവിടെ വരുന്നത്. പാലായിൽ വന്നു കഴിഞ്ഞു ഉടനെ രാഷ്ട്രീയത്തിലേക്കായി. അപ്പോൾ ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റ് ആയിരുന്നു. മരങ്ങാട്ടുള്ളി മണ്ഡലം പ്രസിഡന്റായി, പുലിയന്നൂർ നിയോജകമണ്ഡലം പ്രസിഡന്റായി, KPCC മെമ്പറായി, ജില്ലാ സെക്രട്ടറിയായി, പാർട്ടിയുടെ കേരള കോൺഗ്രസ് ഉണ്ടായപ്പോൾ അതിന്റെ ജില്ലാ സെക്രട്ടറിയായി, വീണ്ടും കേരള കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയായി, ചെയർമാനായി, ലീഡറായി. അപ്പൊ ഗ്രാസ് റൂട്ടിൽ നിന്ന് ഇങ്ങനെ ഞാൻ വളർന്നു വന്നതാണ്. വാസു പറഞ്ഞു ഇത്രയും ഗ്രാസ് റൂട്ടിൽ നിന്ന് സാധാരണ ആളുകൾ ഇങ്ങനെ ഗ്രാസ് റൂട്ടിൽ നിന്ന് വരാറില്ല. അപ്പൊ ഞാൻ ഈ വാർഡ് പ്രസിഡന്റ് ഭിത്തിയെഴുത്ത് മുതൽ പരിശീലിച്ചൊരു വ്യക്തിയാണ്. അതെനിക്ക് രാഷ്ട്രീയം അന്ന് മുതൽ ഇന്ന് കൈകാര്യം ചെയ്യുന്നു. ഇപ്പൊ 44 വർഷമായി. കേരള കോൺഗ്രസ് ഉണ്ടായിട്ട് 44 വർഷമായി. ഞാൻ ആ നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടും 44 വർഷം, 43 വർഷം അതെ കഴിഞ്ഞു. 1964 കേരള കോൺഗ്രസ് ഉണ്ടാകുന്നത്. 1965 ആദ്യം തെരഞ്ഞെടുപ്പ്. 1965 ആദ്യം പല നിയോജകമണ്ഡലം നിലവിൽ വരുന്നത്. 1965 ആദ്യം തെരഞ്ഞെടുപ്പ്. അവിടെ ആ നിമിഷം മുതൽ ഇപ്പോൾ ഈ നിമിഷം വരെ ഒരു നിയോജകമണ്ഡലത്തിന്റെ പ്രതിനിധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല. 43 വർഷം തുടരെ 11 തെരഞ്ഞെടുപ്പുകളിൽ
ഇടമുറിയാതെ ഒരിക്കലും തോക്കാതെ ഒരേ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വരിക. അത് ഇന്ത്യൻ റെക്കോർഡാണ്. ഇന്ത്യയിൽ അങ്ങനെ ആരുമില്ല. ഒരേ നിയോജക മണ്ഡലത്തിൽ നിന്ന് 11 തെരഞ്ഞെടുപ്പുകളിൽ ഇത്രയും വർഷം 4 പതിറ്റാണ്ടുകളിലായിട്ട് വരിക എന്ന് പറഞ്ഞ വലിയൊരു ഭാഗ്യമാണ്. വാസൽ പറഞ്ഞ ഞാൻ ജനങ്ങളോട് എത്രമാത്രം കടപ്പാട് എനിക്കുണ്ടെന്ന് ചോദിച്ചാൽ അഗാധമായ കടപ്പാട് എനിക്കുണ്ട്. കാരണം അവരെന്നെ എത്രയും സ്നേഹിച്ചു, എന്നെ ഉയർത്തി നിർത്തി, ഒരിക്കലും തോൽവിയില്ലാതെ എന്നെ കൈകളിൽ എന്നെ ഉയർത്തി നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കടന്നത്, നമ്മുടെ കേരള കോൺഗ്രസ് 64 ഒക്ടോബർ 9-ാം തീയതിയാണ് പാർട്ടി നിലവിൽ വരുന്നത്. അന്നത്തെ ആദ്യത്തെ കേരള കോൺഗ്രസ് ചെയർമാൻ എന്ന് പറയുന്നത് ശ്രീ കെ എം ജോർജ് ജസ്റ്റിസ്. അപ്പൊ അതിനു മുമ്പ് തന്നെ എല്ലാവരും ഇപ്പോഴുള്ള കേരള കോൺഗ്രസ് പ്രവർത്തകർ, മാനസർ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു. ഇപ്പം അന്നത്തെ, ഞാൻ കൂടുതൽ അതിലേക്ക് കിടക്കുന്നില്ലെങ്കിൽ കൂടി, അന്നത്തെ ഒരു രാഷ്ട്രീയ കോൺഗ്രസ് ഉണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലാണ് പി ടി ചാക്കോയും മറ്റുമൊക്കെ ഇങ്ങനെ ഒരു ആശയം പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് നിലവിൽ വരുന്നത് 1964 ഒക്ടോബർ 9-ാം തീയതിയാണ്. ഇനി ഞാൻ എൻ്റെ അടുത്ത ചോദ്യം ഇതാണ്. 1965 മുതൽ മാണി സാർ ഇന്ന് ഇപ്പോൾ 2009 പുതുപ്പിറവി 2001 ജനുവരി മാസം, ഇത്രയും കാലഘട്ടത്തിനുള്ളിലേക്ക് 11 ഇലക്ഷൻ മാണി സാർ ഇപ്പം മത്സരിച്ചെന്നും 11 ഇലക്ഷനിൽ വിജയം കൈവരിച്ചെന്നും മാണി സാർ പറയുന്നു. ഈ 11 ഇലക്ഷനിൽ നമ്മളൊന്ന് കൂടി വിശകലനം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു വാശിയേറിയ മത്സരം നടന്ന ആരുമായിട്ടാണെന്ന് പറയുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണുള്ളത് 2 ഇലക്ഷനുകൾ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാവായിരിക്കുന്ന ശ്രീ എം ജേക്കബുമായിട്ടാണെന്നാണ് 3 തെരഞ്ഞെടുപ്പുകളാണ്. എം ജയിക്കും ഞാനുമായിട്ട് 3 പ്രാവശ്യം 2 ശരി, ഞാനത് വിജയിച്ചു. 3 പ്രാവശ്യം വിജയിച്ചിരുന്നെങ്കിൽ അത് വളരെ വാശിയേറിയ, എൻ്റെ ഓർമ്മയിലൊന്നുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ തന്നെ വലിയ വാശിയേറി. അതാണ് മാണി സാറ് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നിന്നും ചില അഭിപ്രായ വ്യത്യാസത്തിന്റെ പറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് കേരള കോൺഗ്രസ് എൻ ഗ്രൂപ്പ് മാറുകയും അതിനെ തുടർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് മാണി സാർ പാലയിൽ നിന്ന് മത്സരിച്ചു. ഏത് വർഷമാണ് ഞങ്ങൾക്ക് കറക്റ്റ് ഓർക്കുന്നില്ല. ആ മത്സരം വളരെ വാശിയേറിയതായിരുന്നു. കാരണം അന്ന് മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി പാലായിൽ വരികയും ശ്രീ എം ജേക്കബിന് വോട്ട് ചെയ്യണമെന്ന് ഇവിടെ പ്രസംഗിക്കുകയും കൂടി ചെയ്തതാണ്. അപ്പൊ അത് ഒരിക്കലും ആ ഇലക്ഷൻ മറക്കാൻ പറ്റില്ല. എങ്കിലും മാണി സാർ വളരെ അനായാസമായിട്ട് ആ ഇലക്ഷൻ വിജയിച്ചു. അത് വളരെ അനായാസമായിട്ട് ആ ഇലക്ഷൻ വിജയിക്കുകയും ചെയ്തു. അതേക്കുറിച്ച് എന്തെങ്കിലും മാണി സാറിന് ഇപ്പോൾ പങ്കുവയ്ക്കാനുണ്ട്? ഭയങ്കര വലിയൊരു പ്രമുഖനായ നേതാവാണ്, തീർച്ചയായിട്ടും വളരെ ഉയർന്ന ഒരു നേതാവാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു വലിയ സന്നാഹത്തോടുകൂടിയാണ്. ആ 3 തെരഞ്ഞെടുപ്പിലും ഞാൻ വിജയിച്ചു. എനിക്കതിൽ ഞാൻ പറഞ്ഞില്ലേ, അത്രയും വലിയൊരു കടപ്പാട് എനിക്ക് ഇവിടുത്തെ ജനങ്ങളോടുള്ളൂ. തീർച്ചയായും ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് എന്നെ ഇങ്ങനെ വിജയിപ്പിച്ചത്. ജനങ്ങളുടെ എന്നിലുള്ള വിശ്വാസവും സ്നേഹവും എത്രമാത്രമായിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ആയിക്കോട്ടെ. അടുത്തത് ഞാൻ ചോദിക്കുന്നു, മാണി സാർ ഇപ്പോൾ അനേകം വകുപ്പുകൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതായത് ആദ്യമായിട്ട് മാണി സാർ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന് പറഞ്ഞാൽ ധനകാര്യ വകുപ്പാണ്. അതായത് 8 ബഡ്ജറ്റ് കേരള നിയമസഭയിൽ അവതരിപ്പിച്ച ഒരേ ഒരു വ്യക്തി മാണി സാറാണ്. ശരിയല്ലേ? ഓരോ